നമസ്കാരം. കാസർഗോഡ് സർക്കാർ കോളേജിൽ SFI നേതാക്കളുടെ സാമൂഹിക വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിച്ച മുൻ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ എം രമയ്ക്കെതിരെ വ്യാജ കേസ് ചുമത്തി ദ്രോഹിക്കാൻ ശ്രമമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പറയും. SFI എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥികളുടെ സംഘടന, ആ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗം വ്യാപകമാണ് എന്നും അസാൻമാർഗിക പ്രവർത്തനം നടക്കുന്നുവെന്നും തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് സർക്കാരിൻ്റെ ഈ വേട്ട ആ പ്രിൻസിപ്പളിനെതിരെ. SFIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്ഥലം മാറ്റിയ കാസർഗോഡ് സർക്കാർ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം രമയ്ക്കെതിരെ നൽകിയ കുറ്റപത്രം ഉൾപ്പെടെയുള്ള വകുപ്പ് തല അന്വേഷണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് പുതിയ കേസ് ചുമത്തിയത് എന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ വെളിപ്പെടുത്തുന്നത്. അവരുടെ ആരോപണം വളരെ കൃത്യമാണ് കേട്ടോ. സർവീസിൽ നിന്നും വിരമിക്കുന്ന അവസാന പ്രവൃത്തി ദിവസമാണ് പുതിയൊരു കുറ്റപത്രവുമായി സർക്കാർ എത്തുന്നത്. ഈ അധ്യാപികയുടെ പെൻഷൻ ആനുകൂല്യങ്ങളടക്കം അതിനെ ഏതു വിധേനയും തടയുക എന്നത് മാത്രമാണ് തിരക്കിട്ട് നൽകിയ കുറ്റപത്രത്തിന് പിന്നിൽ എന്നാണ് വലിയ ആക്ഷേപം വരുന്നത്. CPM സംഘടനയുമായി എതിർത്ത് നിന്നതിൻ്റെ പേരിൽ KTU VCയുടെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ തോമസിന് വിരമിക്കുന്ന ദിവസം കിട്ടിയ ഒരു പണി ഓർമ്മയുണ്ടല്ലോ. ആ കുറ്റപത്രം നൽകിയതിന് സമാനമായിട്ടാണ് ഇപ്പോൾ ഡോക്ടർ രമയ്ക്കെതിരെ നടപടിയായത് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. അന്ന് സിസ തോമസിനെതിരെ സർക്കാർ സുപ്രീം കോടതി വരെ അപ്പീൽ നൽകി എങ്കിൽ കൂടിയും അന്ന് സർക്കാരിൻ്റെ നിലപാടിന് പക്ഷേ കോടതി തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ വിരമിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും പെൻഷൻ ആനുകൂല്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2022 കാസർഗോഡ് സർക്കാർ കോളേജിൽ പ്രവേശനം നേടുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ഒരു വിദ്യാർത്ഥിനി, ആ വിദ്യാർത്ഥിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു പുതിയ നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. സ്ത്രീധന നിരോധന നിയമപ്രകാരവും റാഗിംഗ് വിരുദ്ധ ചട്ടപ്രകാരവും രക്ഷിതാക്കൾ നൽകുന്ന സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലം കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ വിദ്യാർത്ഥി പ്രവേശനത്തിന് മാനദണ്ഡമാണ് എന്നത് പ്രിൻസിപ്പൽ എന്ന നിലയിൽ വിദ്യാർത്ഥിയെ ബോധിപ്പിച്ചപ്പോൾ രക്ഷിതാവിനെ കൊണ്ടുവന്ന് അഡ്മിഷൻ എടുത്തുകൊള്ളാം എന്ന് തീരുമാനം എടുത്തുപോയ ആ വിദ്യാർത്ഥിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 2 വർഷം കഴിഞ്ഞുള്ള ഈ നടപടി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രായപൂർത്തിയായിട്ടുള്ള വിദ്യാർത്ഥിനിക്ക് കോളേജ് പ്രവേശനത്തിന് രക്ഷകർത്താവിൻ്റെ സാന്നിധ്യം ആവശ്യമില്ല എന്നതിരിക്കെ പരാതിക്കാരുടെ നിലപാട് അത്തരത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ലഹരി എന്ന് പറയപ്പെടുന്നത് ഗവൺമെൻറ് കോളേജിൽ വ്യാപകമാണ് എന്നുള്ള റിപ്പോർട്ട് ഉള്ളതിനാൽ തന്നെ ഈ രക്ഷിതാക്കൾ അഡ്മിഷൻ സമയത്ത് നിർബന്ധമായും കോളേജിൽ എത്തണമെന്ന് തന്നെയാണ് PTA തീരുമാനവും. അത്തരത്തിലൊരു തീരുമാനമെടുത്തിരുന്നു കോളേജ്. എന്നാൽ പരാതി നൽകിയ വിദ്യാർത്ഥിനി എന്ന് പറയപ്പെടുന്നത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ താൽക്കാലികമായി പ്രവേശനം നേടുകയും ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥിയുടെ ഉയർന്ന ഓപ്ഷനായിട്ടുള്ള തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പിന്നീട് ഈ വിദ്യാർത്ഥിനി പ്രവേശനം നേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ പ്രസ്തുത പരാതിയിലാണ് പ്രിൻസിപ്പാളിനെതിരെ തെളിവൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ കെട്ടിച്ചമച്ച മറ്റൊരു പരാതിയുമായിട്ടാണ് അധ്യാപികയ്ക്കെതിരെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തൊരു രാഷ്ട്രീയ കോമാളിത്തരമാണ് കാണിക്കുന്നത്. SFI നേതാക്കളുടെ സമ്മർദ്ദങ്ങൾക്ക് സർക്കാരും ഒപ്പം തന്നെ വകുപ്പ് മന്ത്രിയും ഒക്കെ വഴങ്ങുന്ന കാഴ്ച. ഇത്തരത്തിൽ വഴങ്ങുന്നതാണ് അക്കാദമിക് മേഖലയുടെ നിലവാര തകർച്ചയ്ക്കും ഒപ്പം തന്നെ കോളേജുകളിലെ അച്ചടക്ക രാഹിത്യത്തിനും കാരണമായി തീരുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം, ആ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള വിദ്യാർത്ഥി സമൂഹത്തിന് ദോഷകരമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് എങ്കിൽ ഇതുപോലുള്ള സംഘടനകളെ വച്ചുപൊറുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതല്ലേ? സർക്കാരിൻ്റെ ഒത്താശ അല്ലെങ്കിൽ CPM എന്ന് പറയപ്പെടുന്ന മാതൃസംഘടനയുടെ ഒത്താശ അത് വളരെ കൃത്യമായി ലഭിക്കുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ SFI എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെ നടത്തുന്നത് എന്നാണ്. കോളേജ് ക്യാമ്പസുകളിലെ കുട്ടികൾ അനുഭവിക്കുന്ന വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം, അതിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത് ഈ SFI എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനമാണ് എന്ന് പറയേണ്ടി വരും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കോളേജുകളിൽ നമ്മളൊന്ന് കയറി നോക്കിയാൽ ഈ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നേരിട്ട് പറയാൻ മടിക്കുന്ന ഒരു പൊതുസമൂഹം, വിദ്യാർത്ഥി സമൂഹം ഇന്നും ഈ കോളേജ് ക്യാമ്പസുകളിലുള്ളിലുണ്ട്.
അവരുടെ മനസ്സുകൊണ്ട് നീറുകയാണ്, അല്ലെങ്കിൽ അവർക്കങ്ങനെ പരാതി പറഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന് സംഭവിച്ചത് ജീവൻ നഷ്ടപ്പെടലാണ്. ആ ജീവൻ കൂടി നഷ്ടപ്പെട്ടതോടുകൂടി കുട്ടികൾ പരാതിയുമായി ഇനി ഒരു ക്യാമ്പയിനുകളിലും എത്തില്ല. അങ്ങനെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും തളർന്ന് അവശരായി പഠിക്കണമെന്നതിന് വേണ്ടി മാത്രം കോളേജ് ക്യാമ്പസുകളിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾക്ക് ഈ SFIയുടെ ഗുണ്ടകളിൽ നിന്ന് കിട്ടുന്ന മർദ്ദനം, സമ്മർദ്ദം, ഇതൊക്കെ കാരണം പഠിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തുന്നു. പക്ഷേ അങ്ങനെ പരാതിയുമായി ഇനി കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് കോടതികളിലേക്ക് പോകുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം സിദ്ധാർത്ഥനെ പോലുള്ളവർക്ക് ഇന്നും നീതി ലഭിച്ചിട്ടില്ല. സിദ്ധാർത്ഥൻ രക്തസാക്ഷിയായി മരണത്തിന് കീഴടങ്ങി അവനെ കൊന്നു കെട്ടിത്തൂക്കിയ ഒരു സാഹചര്യം ഉള്ളപ്പോൾ, ഈ കേരളത്തിലുള്ളപ്പോൾ, ഇനിയും ഈ പാവപ്പെട്ട കുട്ടികൾ അത്തരത്തിലുള്ള പരാതികളുമായി എത്തുമോ എന്നുള്ളൊരു സംശയം കൂടി ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ SFI പോലൊരു പ്രസ്ഥാനം വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ സ്വാതന്ത്ര്യത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. അതല്ല, നിങ്ങളുടെ മാതൃസംഘടന നിങ്ങൾക്ക് വല്ലാതെ സ്വാതന്ത്ര്യം തരുന്നുണ്ട് എങ്കിൽ അത് പാവപ്പെട്ട കുട്ടികളുടെ മേൽ കുതിര കയറുവാനുള്ള സ്വാതന്ത്ര്യമല്ല എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഇത്തരത്തിലുള്ള അക്രമവാസനയ്ക്കെതിരെ, അക്രമ വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിനെതിരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. എല്ലാ ക്യാമ്പസുകളിലേക്കും ഒരു പുതുതലമുറ വളരെ ആർജവത്തോടുകൂടി ഉണർന്നു വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ SFI എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ അറബിക്കടലിൽ തന്നെ കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.